അതിനയാൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. ശരി, സമ്മതിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. കല്യാണം കഴിയുന്നത് വരെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും വിചാരിച്ച് ഞാൻ തീ തിന്നായിരുന്നു. ഇപ്പൊ എല്ലാ ടെൻഷനും മാറി. ഇനിയാ എന്റെ ടെൻഷൻ തുടങ്ങാൻ പോകുന്നു. സഞ്ജുവിനെ പോലെ ഒരു പാഴ് ജന്മത്തെയാ സ്വപ്ന വിശ്വസിച്ചിരിക്കുന്നത്. ഗോപാൽജി ഇല്ലെങ്കിൽ അവൻ വെറും വട്ടപൂജ. അധികം വൈകാതെ അവരച്ഛനും അമ്മയാവും. അവളെയും കുഞ്ഞിനെയും അവൻ എങ്ങനെ നോക്കാനാ? അവനൊരു ജോലി പോലും ഇല്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഗിരിയേട്ടൻ വിചാരിച്ച സഞ്ജുവിനൊരു ജോലി ശരിയാക്കാൻ പറ്റില്ലേ? എന്നിട്ട് വേണം അവരുടെ ചീത്തവിളി മുഴുവൻ ഞാൻ കേൾക്കാൻ. അവനെ ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ. പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല, നല്ല മടിയും. എന്തെങ്കിലും ചെറിയ ജോലി ചെയ്താൽ മതി, അപ്പൊ തന്നെ കയ്യും കാലൊക്കെ വേദനിക്കാൻ തുടങ്ങും. ഇവനൊക്കെ ആര് ജോലി കൊടുക്കാനാ? ഇതുവരെ സഞ്ജയ് എങ്ങനെയായിരുന്നു എന്ന് നോക്കണ്ട. ഇനി അങ്ങോട്ട് അവൻ നന്നാവൂന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നുമില്ലെങ്കിലും ഒരു അച്ഛനാവാൻ പോകുന്നതിന്റെ ഉത്തരവാദിത്ത ബോധം ഉണ്ടാവുമല്ലോ. അവൻ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് എനിക്ക് പേടി തോന്നുക. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ കൂടെ അവരുടെ കുഞ്ഞിനെയും നമ്മൾ നോക്കും. കുഞ്ഞിന്റെ അമ്മാവൻ എന്ന നിലയ്ക്ക് ഗിരിയേട്ടനും കുറെ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. ഇതങ്ങനെയാണെന്ന് കണക്ക് കൂട്ടിയാൽ മതി. നിനക്ക് എങ്ങനെയാ ഇതൊക്കെ ഇത്ര പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നേ? ഗിരിയേട്ടനല്ലേ പറഞ്ഞത് ഞാൻ എപ്പോഴും മുഖം വീർപ്പിച്ച് നടക്കാറാ ഉള്ളതെന്ന്.